ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ചോക്ക് ബോർഡ് സ്റ്റോറീസ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് വെല്ലൂർ കലാപവും പൈക പ്രക്ഷോഭവുമാണ്. അതായത് നമ്മൾ 1857 വിപ്ലവം പഠിക്കുമ്പോൾ കൂട്ടത്തിൽ പഠിക്കേണ്ട രണ്ട് ടോപ്പിക്കുകളാണ് വെല്ലൂർ കലാപവും അതേപോലെ തന്നെ പൈക പ്രക്ഷോഭവും. അതേപോലെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞപ്പോഴേക്കും 1857 വിപ്ലവങ്ങളുമായി ബന്ധപ്പെട്ട് കുറച്ച് വിശേഷണങ്ങളുണ്ടായിരുന്നു. അത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടില്ല. നമുക്ക് അതും കൂടി ഉൾപ്പെടുത്തിയാണ് ഈ ക്ലാസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നോക്കിക്കേ, 1857 വിപ്ലവം, അതിനെപ്പറ്റി കുറേ പേര് വിശേഷിപ്പിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ്? ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? അത് VD സവർക്കറാണ്. ശിപ്പായി ലഹള എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത് ജോൺ ലോറൻസും സീലിയും ചേർന്നാണ് അതിനെ ശിപ്പായി ലഹള എന്ന് വിശേഷിപ്പിച്ചത്. ആദ്യത്തേതുമല്ല, ദേശീയ തലത്തിലേതുമല്ല, സ്വാതന്ത്ര്യ സമരവുമല്ല എന്ന് പറഞ്ഞത് ആരാണ്? RC മജുംദാർ. അതേപോലെ ആഭ്യന്തര കലാപം എന്ന് വിശേഷിപ്പിച്ചത് SB ചൗധരിയും. ഫ്യൂഡൽ ഇന്ത്യയുടെ അവസാനത്തെ ചിറകടി എന്ന് പറഞ്ഞത് ആരാണ്? അത് നെഹ്റുവുമാണ്. അതേപോലെ ദേശീയ ഉയർത്തെഴുന്നേൽപ്പ് എന്ന് പറഞ്ഞത് ബെഞ്ചമിൻ ഡിസ്രേലിയാണ്. വെറും ഉയർത്തെഴുന്നേൽപ്പാണെങ്കിൽ അതാരാണ്? വില്യം ഡാൽറിംബിൾ. അദ്ദേഹത്തിൻ്റെ ദ ലാസ്റ്റ് മുഗൾ എന്ന പുസ്തകത്തിലാണ് നമ്മുടെ 1857 വിപ്ലവത്തെ ഉയർത്തെഴുന്നേൽപ്പ് എന്ന് പറഞ്ഞത്. ഫ്യൂഡൽ റിവോൾട്ട് എന്ന് പറഞ്ഞത് MN റോയാണ്. അദ്ദേഹത്തിൻ്റെ പീപ്പിൾസ് പ്ലാൻ എന്ന പുസ്തകത്തിലാണ്. ചെകുത്താൻ്റെ കാറ്റെന്ന് പറഞ്ഞത് ആരാണ്? അത് ബ്രിട്ടീഷുകാരാണ്. 1857 വിപ്ലവത്തെ ചെകുത്താൻ്റെ കാറ്റെന്ന് പറഞ്ഞത് ബ്രിട്ടീഷുകാരാണ്. ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ ഫ്രഞ്ച് വിപ്ലവമായി താരതമ്യം ചെയ്തത് ആരാണ്? അത് കാറൽ മാർക്സ് ആണ്. എന്താണ്? ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ എന്തുമായിട്ടാണ്? ഫ്രഞ്ച് വിപ്ലവവുമായി താരതമ്യം ചെയ്തു. ഇനി 1857 വിപ്ലവം ദേശീയ കലാപം എന്ന് ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ അഭിപ്രായപ്പെട്ടത് ആരാണ്? ദേശീയ കലാപമാണെന്ന് ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ അഭിപ്രായപ്പെട്ടതാണ് ആര്? ബെഞ്ചമിൻ ഡിസ്രേലി. ഇനി അതേപോലെ തന്നെ 1857 ന്യൂയോർക്ക് ട്രൈബ്യൂണൽ എന്ന പ്രസിദ്ധീകരണത്തിലാണ് കാറൽ മാക്സ് എന്ത് പറയുന്നത്? 1857 വിപ്ലവത്തെ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരമായി കരുതാമെന്ന് ആദ്യമായി പറഞ്ഞത് ഈ കാറൽ മാക്സ് ഏത് പുസ്തകത്തിലാണ്? 1857 നമ്മുടെ ഏതാണ്? ന്യൂയോർക്ക് ട്രൈബ്യൂണൽ എന്ന പുസ്തകത്തിലാണ്. ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് പറഞ്ഞത് VD സവർക്കറാണ്. ഇത് അദ്ദേഹത്തിൻ്റെ ആ ഒരു പുസ്തകത്തിലാണ് അദ്ദേഹം എന്ത് പറയുന്നത്? ആ ഒരു ന്യൂയോർക്ക് ട്രൈബ്യൂണൽ ആ ഒരു പ്രസിദ്ധീകരണത്തിൽ ഇദ്ദേഹമാണ് ഇങ്ങനെ അഭിപ്രായപ്പെടുന്നത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. വെല്ലൂർ കലാപം. എന്താണ് വെല്ലൂർ കലാപവും 1857 വിപ്ലവവും തമ്മിൽ എന്താണ് ബന്ധം? അതായത് നമുക്കറിയാം, ഫസ്റ്റ് വാർ ഓഫ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസിൻ്റെ റിഹേഴ്സൽ എന്നറിയപ്പെടുന്നത് നമ്മുടെ വെല്ലൂർ കലാപമാണ്. റിഹേഴ്സൽ ഇതെപ്പോഴും ചോദിക്കുന്നതാണ്, ഒരു PYQ ആണ്. ഫസ്റ്റ് വാർ ഓഫ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസിൻ്റെ റിഹേഴ്സൽ എന്നറിയപ്പെടുന്നത് ഏതെന്ന് ചോദിച്ചാൽ അതേതാണ്? 1806 നമ്മുടെ വെല്ലൂർ മ്യൂട്ടണി അല്ലെങ്കിൽ വെല്ലൂർ കലാപമാണ്. അതായത് തമിഴ്നാട്ടിലാണ് ഈ വെല്ലൂർ സ്ഥിതി ചെയ്യുന്നത്. ഇങ്ങനെ വിശേഷിപ്പിച്ചത് ആരാണ്? ഇങ്ങനെ വിശേഷിപ്പിച്ചത് VD സവർക്കറാണ്. വെല്ലൂർ കലാപത്തെ ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസിൻ്റെ റിഹേഴ്സൽ എന്ന് വിശേഷിപ്പിച്ചത്. ഇന്ത്യയിലെ പട്ടാളക്കാർ ബ്രിട്ടീഷ് ഇന്ത്യ കമ്പനിക്ക് എതിരായി നടത്തിയ ആദ്യ കലാപമാണ് എന്തെന്ന് പറയുന്നത്? വെല്ലൂർ കലാപം എന്ന് പറയുന്നത്. അതായത് ഇന്ത്യയിലെ പട്ടാളക്കാർ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരായിട്ട്. അതിനൊരു റീസൺ ഉണ്ടായിരുന്നു. ആദ്യം നമുക്കിത് എന്നാ തുടങ്ങിയെന്ന് നോക്കാം. എന്നാണ് ഇത് ആരംഭിച്ചത്? 1806 ജൂലൈ 10 വെല്ലൂർ കലാപം ആരംഭിക്കുന്നത്. ഡേറ്റ് പഠിച്ചു വെച്ചോളണം, 1806 ജൂലൈ 10. ഇനി എവിടെയാണ് ഇതിൻ്റെ കേന്ദ്രം? വെല്ലൂർ കലാപത്തിൻ്റെ കേന്ദ്രം എന്ന് പറയുന്നത് തമിഴ്നാട്ടിലെ വെല്ലൂരാണ്. അതേപോലെ അതിൻ്റെ കാരണം എന്താണ്? 1805 പട്ടാളക്കാർക്ക് ഏർപ്പെടുത്തിയ വസ്ത്രധാരണ രീതി, അന്നത്തെ പട്ടാളക്കാർക്ക് കൊടുത്ത വസ്ത്രധാരണ രീതി അവർക്ക് ഇഷ്ടപ്പെടാണ്ട് വന്നപ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? വെല്ലൂർ കലാപം 1806 ഏത് ദിവസമാണ്? ജൂലൈ 10 ആരംഭിക്കുന്നത്. ആ ഒരു പുതിയ വസ്ത്രധാരണ രീതി ഏർപ്പാടാക്കിയത് ആരായിരുന്നു? അത് ജോൺ ക്രാക്ടോക്ക് എന്നൊരു ഉദ്യോഗസ്ഥനായിരുന്നു, ഒരു ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനായിരുന്നു. അദ്ദേഹം മദ്രാസിലെ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനായിരുന്നു. അദ്ദേഹമാണ് പുതിയ വസ്ത്രധാരണ രീതി ഏർപ്പാടാക്കുകയും അതിൽ ഇഷ്ടപ്പെടാതെയാണ് പട്ടാളക്കാർ എന്ത് ചെയ്യുന്നത്? ബ്രിട്ടീഷുകാർക്കെതിരെ അവിടെ കലാപം നടത്തുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത് ഫസ്റ്റ് വാർ ഓഫ് ഇന്ത്യ. അവിടെയും അത് തന്നെ എല്ലാം നമുക്കറിയാം. 1857 വിപ്ലവം എന്തായിരുന്നു? പെട്ടെന്നുണ്ടാവാനുള്ള റീസൺ എന്തായിരുന്നു? ആ സമയത്ത് എന്താണ്, അവർക്ക് തോക്കിൽ ആ നെയ്യും മൃഗത്തിൻ്റെ കൊഴുപ്പൊക്കെ തേച്ച ആ ഒരു എൻഫീൽഡ് തോക്കിൽ ആ ഉണ്ട, അതായിരുന്നു അന്നത്തെ ആ സമയത്ത് അവർക്കുണ്ടായ പെട്ടെന്നുണ്ടായ കാരണം. അങ്ങനെയാണ് സൈനികർ എന്ത് ചെയ്യുന്നത്? ബ്രിട്ടീഷുകാർക്കെതിരെ തിരിയുന്നത്. അതേപോലെ തന്നെയായിരുന്നു ഇവിടെയും വന്നത്. ഇവിടെ സംഭവിച്ചത് എന്തായിരുന്നു? വസ്ത്രധാരണ രീതിയായിരുന്നു. ആ വസ്ത്രധാരണ രീതി അവർക്ക് ഇഷ്ടപ്പെടാണ്ട് വന്നപ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? വെല്ലൂർ കലാപം സംഭവിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ആണ് പൈക പ്രക്ഷോഭം. എന്താണ് പൈക പ്രക്ഷോഭവും നമ്മുടെ 1857 വിപ്ലവവും തമ്മിൽ ബന്ധം? അതായത് 1857 വിപ്ലവമാണ് നമ്മൾ ഒന്നാം സ്വാതന്ത്ര്യ സമരമെന്ന്
കരുതപ്പെടുന്നത്. പക്ഷേ ഈ പൈക പ്രക്ഷോഭം എന്ത് പറയുന്നുണ്ട്? ഭാരതത്തിൻ്റെ ഒന്നാം സ്വാതന്ത്ര്യ സമരമായി സ്കൂൾ പാഠപുസ്തകങ്ങൾ ഉൾപ്പെടുത്താനുള്ള കേന്ദ്ര മാനവ വിഭവ മന്ത്രാലയത്തിൻ്റെ തീരുമാനമുണ്ടായിട്ടുണ്ട്. അതായത് ഒന്നാം സ്വാതന്ത്ര്യ സമരമായിട്ട് ഇനി എന്തറിയപ്പെടണം? പൈക പ്രക്ഷോഭം അറിയപ്പെടണം എന്നൊരു തീരുമാനം കേന്ദ്ര മാനവ വിഭവ വകുപ്പ് എടുത്തു. പക്ഷേ എന്താണ്, അത് ഇതുവരെ പ്രാബല്യത്തിൽ വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഇതും കൂടി ഒന്ന് പഠിച്ചു വെക്കണമെന്ന് പറയുന്നത്. എന്താണ് പൈക പ്രക്ഷോഭത്തിനുള്ള റീസൺ എന്തൊക്കെയാണെന്ന് നോക്കാം. അതായത് ഒഡീഷയിലെ ഗജപതി ഭരണാധികാരികളുടെ നാട്ടുപടയാളികൾ അറിയപ്പെട്ട പേരാണെന്ത്? പൈകകളെന്ന്. പൈകകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടുത്തെ ഗജപതി ഭരണാധികാരികളുടെ നാട്ടുപടയാളികളാണ്. ഇനി എന്നാണ് പൈക പ്രക്ഷോഭം പൊട്ടിപ്പുറപ്പെട്ടത്? അത് 1817 ഏപ്രിൽ 1 പൈക പ്രക്ഷോഭം പൊട്ടിപ്പുറപ്പെട്ടത്. ഇതിൻ്റെ മറ്റൊരു പേരാണെന്ത്? പൈക വിദ്രോഹ. പൈക വിദ്രോഹ എന്നറിയപ്പെടുന്നത് എന്താണ്? അതും പൈക പ്രക്ഷോഭം തന്നെയാണ്. ഇനി അതിൻ്റെ കേന്ദ്രം എന്ന് പറയുന്ന പൈക പ്രക്ഷോഭത്തിൻ്റെ കേന്ദ്രം എന്ന് പറയുന്നത് കോർദയാണ്. കോർദയാണ് പൈക പ്രക്ഷോഭത്തിൻ്റെ കേന്ദ്രം എന്ന് പറയുന്നത്. അതിൻ്റെ പ്രധാന നേതാവാണ് ആര്? പ്രധാന നേതാവിൻ്റെ പേരെന്താണ്? ബക്ഷി ജാഗബന്ധു. ഇദ്ദേഹത്തിൻ്റെ യഥാർത്ഥ നാമമാണ് എന്ത്? യഥാർത്ഥ നാമമാണ് ബിദ്യാധർ മൊഹാപാത്രയാണ് ബക്ഷി ജാഗബന്ധുവിൻ്റെ യഥാർത്ഥ പേര്. ഇനി എന്താണ് ഇതിനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഒഡീഷയിൽ നടപ്പിലാക്കിയ റവന്യൂ പോളിസിയാണ്. അപ്പം നമുക്ക് ചോദിക്കാം, ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഒഡീഷയിൽ നടപ്പിലാക്കിയ റവന്യൂ പോളിസിക്ക് എതിരായി നടന്ന പ്രക്ഷോഭം ഏത് എന്ന് ചോദിക്കാം. ഏതാണത്? പൈക പ്രക്ഷോഭം 1817 ഏപ്രിൽ 1 നടന്നത്. അതേപോലെ തന്നെ പൈകകൾക്ക് തങ്ങളുടെ രാജ്യസേവനത്തിന് പകരമായിട്ട് ഭൂമി പതിച്ചു നൽകുന്നൊരു സമ്പ്രദായം ഉണ്ടായിരുന്നു. ആ സമ്പ്രദായം എന്ത് ചെയ്യുന്നുണ്ട്? ബ്രിട്ടീഷുകാർ നിർത്തലാക്കി കളയും. അപ്പോൾ അതിലൊക്കെ പ്രതിഷേധിച്ചാണ് എന്ത് വരുന്നത്? പൈക പ്രക്ഷോഭം വന്നത്. ഓക്കെ, ഇനി കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. 1887 വിപ്ലവവുമായി ബന്ധപ്പെട്ട് റിലീഫ് ഓഫ് ലക്നൗ എന്ന പ്രശസ്ത ചിത്രം വരച്ചത് ഇതൊക്കെ PYQ ആണ്. കഴിഞ്ഞ ക്ലാസ്സിൽ ഉൾപ്പെടുത്താത്ത PYQs ആണ്. 1887 വിപ്ലവവുമായി ബന്ധപ്പെട്ട് എന്താണ് റിലീഫ് ഓഫ് ലക്നൗ എന്ന പ്രശസ്ത ചിത്രം വരച്ചത്? തോമസ് ജോൺസ് ബാർക്കർ ആണ്. മൃഗക്കൊഴുപ്പ് പുരട്ടിയ പുതിയ തരം തിരകൾ നിറച്ച എൻഫീൽഡ് തോക്ക് ബ്രിട്ടീഷ് സൈന്യം ഉപയോഗിച്ചു തുടങ്ങിയത് ഏത് ദിവസമായിരിക്കാം? 1857 ആയിരിക്കാം അല്ലേ? കാര്യം അത് അപ്പോൾ 1857 ജനുവരിയിലാണ് ആ തോക്ക് ഉപയോഗിക്കാനായിട്ട് തുടങ്ങിയത്. ഗ്രീസ് പുരട്ടിയ വെടിയുണ്ട ഉപയോഗിക്കാൻ വിസമ്മതിക്കുകയും അഡ്ജൂട്ടന്റ് പദവി വഹിച്ചിരുന്ന ഉദ്യോഗസ്ഥനെ കൊലപ്പെടുത്തുകയും ചെയ്ത സൈനികനാണ് ആര്? മംഗൾ പാണ്ഡെ. 1887 വിപ്ലവത്തിന്റെ കലാപകാരികൾ ഡൽഹി രാജാവായി അവരോധിച്ച വ്യക്തിയാണ് ആര്? ബഹദൂർ ഷാ സഫർ. നമ്മൾ ചിന്ത നോക്കിക്കേ, 1887 വിപ്ലവത്തിൽ കലാപകാരികൾ ലക്നൗ നവാബായിട്ട് അവരോധിച്ച വ്യക്തി ആരാണ്? അത് ബിർജിസ് ഖാദർ ആണ്. ബിർജിസ് ഖാദർ ആരായിരുന്നു? അത് നമ്മുടെ വാജിദ് അലി ഷായെ പറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്താണ്? ബ്രിട്ടീഷുകാർ ഔദ് പിടിച്ചെടുക്കുന്നുണ്ട്. ഔദ് പിടിച്ചെടുത്തതിന് ശേഷം എന്ത് ചെയ്യുന്നുണ്ട്? നാട് കടത്തിയ നവാബായിരുന്നു ആര്? വാജിദ് അലി ഷാ എന്ന് പറയുന്നത്. അദ്ദേഹത്തെ കൽക്കട്ടയിലേക്ക് നാട് കടത്തിയെന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മകനാണ് ആര്? ബിർജിസ് ഖാദർ. അദ്ദേഹത്തെയാണ് ലക്നൗ നവാബായിട്ട് അവരോധിച്ചത്. 1887 വിപ്ലവത്തിൻ്റെ പ്രവാചകൻ എന്നറിയപ്പെടുന്നത് അസിമുള്ള ഖാനും 1887 വിപ്ലവത്തിൻ്റെ അംബാസിഡർ എന്നറിയപ്പെടുന്നതുമാരാണ്? അസിമുള്ള ഖാനാണ്. 1887 ഉത്തർപ്രദേശിലെ ബറൌട്ട് പർഗാന എന്ന സ്ഥലത്ത് വിപ്ലവത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? ബറൌട്ട് പർഗാനയിൽ ആരായിരുന്നു? അത് ഷാമലാണ് എന്ത് ചെയ്യുന്നത്? ബറൌട്ട് പർഗാന എന്ന സ്ഥലത്ത് നേതൃത്വം നൽകുന്നത്. 1857 വിപ്ലവം പൊട്ടിപ്പുറപ്പെടുമ്പോൾ ബ്രിട്ടീഷ് ഇന്ത്യൻ ആർമിയിലെ ഇന്ത്യൻ സൈനികരും ബ്രിട്ടീഷുകാരും തമ്മിലുള്ള അനുപാതം എന്ന് പറയുന്നത് 6:1 ആണ്. അതായത് 6 ഇന്ത്യക്കാർക്കാണ് എന്ത് വരുന്നത്? ഒരു ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ വരുന്നത്. ഓക്കെ, ഇനി അതിനുശേഷം 57 വിപ്ലവത്തിന് ശേഷം അത് 2:1 എന്ന റേഷ്യോയിലോട്ട് മാറുന്നും കൂടിയുണ്ട്. ഒന്നാം സ്വാതന്ത്ര്യ സമരം ഏറ്റവും കൂടുതൽ വ്യാപിച്ച സംസ്ഥാനമാണ് ഏത്? ഉത്തർപ്രദേശ്. അതേപോലെ 1859 കലാപശേഷം ബ്രിട്ടീഷുകാർ നേപ്പാളിലേക്ക് നാടുകടത്തിയത് ആരാണ്? നാനാ സാഹിബിനെയാണ്. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറയാതിരുന്ന കുറച്ച് ഫാക്ട്സ് ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനി നമുക്ക് ഒക്ടോബർ 5 LDC എക്സാം വരെ ഒരു 2-3 ഡേയ്സ് ഗ്യാപ്പിട്ട് ക്ലാസ്സുകൾ തരാം. അത് കഴിയുമ്പോഴേക്കും നമുക്ക് ഡെയിലി ക്ലാസ്സുകളായിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം. താങ്ക്